നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. BKS ഇൻഡോ ബഹ്റൈൻ നൃത്ത സംഗീത പരിപാടികളിൽ മാറ്റം. നേരത്തെ അറിയിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് മെയ് 15 വ്യാഴാഴ്ച വൈകിട്ട് 8 മണിക്ക് കുന്നക്കുടി M ബാലമുരളീകൃഷ്ണയും, മെയ് 16 നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 7:30 വൈക്കം വിജയലക്ഷ്മിയും സംഗീത സദസ്സ് നടത്തുമെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ളയും സെക്രട്ടറി വർഗീസ് കാരക്കലും അറിയിച്ചു. പ്രവേശനം സൗജന്യമായിരിക്കും. ലൈഫ് ബിയോണ്ട് അഡിക്ഷൻ എന്ന പേരിൽ കൗമാരക്കാർക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി പ്രവാസി മിത്ര കയ്യൊപ്പ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. നാളെ മെയ് 16 വെള്ളിയാഴ്ച വൈകുന്നേരം 5:30 സിഞ്ചിലുള്ള പ്രവാസി സെന്ററിൽ നടക്കുന്ന കയ്യൊപ്പ് ബോധവൽക്കരണ പരിപാടിയിൽ സ്റ്റുഡൻസ് കൌൺസിലർ കൂടിയായ ജസീല മുജീബ് സദസ്സുമായി സംവദിക്കും. കയ്യൊപ്പിന്റെ ഭാഗമായി ലഹരിക്കെതിരെ ബ്രേക്ക് ദി ചെയിൻ ഓഫ് അഡിക്ഷൻ, ബിൽഡ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ എന്ന പേരിൽ കുട്ടികൾക്ക് അവരുടെ ആവിഷ്കാരങ്ങൾ നടത്താനുള്ള അവസരവും ഉണ്ടായിരിക്കും. കയ്യൊപ്പ് ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും 38206512 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്ന് പ്രവാസി മിത്ര ജനറൽ സെക്രട്ടറി സാബിറ നൌഫൽ അറിയിച്ചു. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ അന്താരാഷ്ട്ര നഴ്സസ് ഡേ ആചരിക്കുന്നു. നാളെ വെള്ളിയാഴ്ച വൈകിട്ട് 8 മണിക്ക് സൊസൈറ്റി അങ്കണത്തിൽ കുമാരനാശാൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ ബഹ്റൈനിലെ ആതുര സേവന രംഗത്ത് 46 വർഷം സേവനം അനുഷ്ഠിച്ച ഡോക്ടർ PV ചെറിയാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലിം ചടങ്ങുകളിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര നഴ്സസ് ഡേയോടനുബന്ധിച്ച് GSS കുടുംബത്തിലെ 21 നഴ്സുമാരെയും ആദരിക്കും. ബഹ്റൈനിൽ യുവാക്കളുടെ ഇടയിൽ പോലും വർദ്ധിച്ചുവരുന്ന ഹാർട്ട് അറ്റാക്കിന് കാരണവും പ്രതിവിധിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും. തുടർന്ന് ബഹ്റൈൻ ക്യാൻസർ കെയർ ഗ്രൂപ്പുമായി ചേർന്ന് ജനറൽ സെക്രട്ടറി KT സലീമിന് GSS കുടുംബാംഗങ്ങൾ മുടിദാനം ചെയ്യുന്ന ചടങ്ങും ഉണ്ടായിരിക്കുമെന്നും ഏവരെയും ഈ ചടങ്ങുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്നും GSS ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജനുമായി 39882437 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ജീവന് കരുതലേകാൻ വോയിസ് ഓഫ് ട്രിവാൻഡ്രം സംഘടിപ്പിക്കുന്ന സമൂഹ രക്തദാന ക്യാമ്പ് മെയ് 16 വെള്ളിയാഴ്ച രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സൽമാനിയ ഹോസ്പിറ്റലിൽ ബ്ലഡ് ഡോണേഴ്സ് കേരളവുമായി സഹകരിച്ച് നടത്തും. രക്തദാനത്തിന്റെ പ്രാധാന്യം, രക്തദാനം ചെയ്യുന്നതിലൂടെ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാനാകുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് എന്നും ഭാരവാഹികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 37299186 അല്ലെങ്കിൽ 330903775 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ പാഠപുസ്തക പരിഷ്കരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നടന്നുവരുന്ന ശില്പശാലയുടെ ഭാഗമായി ബഹ്റൈനിലെ സമസ്തയുടെ മദ്രസകളിലെ അധ്യാപകർക്ക് വേണ്ടി ശില്പശാല മെയ് 16 വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ രാത്രി 10:30 വരെയും ബഹ്റൈനിലെ സമസ്തയുടെ മുഴുവൻ മദ്രസകളിലെ രക്ഷിതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മെയ് 17 ശനി വൈകുന്നേരം 5 മണി മുതൽ 8 മണി വരെ പേരന്റ്സ് മീറ്റും മനാമയിലെ ഗോൾഡ് സിറ്റിയിലുള്ള സമസ്ത ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും. സമസ്ത ബഹ്റൈൻ പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രെയിനർ യൂനുസ് ഫൈസി വെട്ടുപാറ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. ബഹ്റൈനിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ അംഗീകാരമുള്ള 10 മദ്രസകളിലെ അധ്യാപകരും രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. പരിപാടികൾക്ക് സമസ്ത ബഹ്റൈൻ കേന്ദ്ര ഏരിയ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ നേതാക്കളും നേതൃത്വം നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 38396063 അല്ലെങ്കിൽ 35107554 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. BMC ന്യൂസിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.
BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. സാംസ ബഹ്റൈൻ 10ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആഘോഷിച്ചു. ക്യാൻസർ കെയർ ഗ്രൂപ്പും കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി സഹകരിച്ച് പരിപാടി ആഘോഷിച്ചത്. കിംസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി ഹെൽത്ത് മിനിസ്റ്ററിനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ മജീദ് അല്ലവാദി, ഡയറക്ടർ ഓഫ് പബ്ലിക് ഹെൽത്ത്, പങ്കെടുത്തു. ആരോഗ്യ സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭർ സന്നിഹിതരായ ചടങ്ങിൽ ഡോക്ടർ ഹാസം അല്ലാലി, ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഫക്രു, പ്രസിഡന്റ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി, ലൂസിയ റമിറേസ്, അറ്റാഷെ എംബസി ഓഫ് ഫിലിപ്പൈൻസ്, ഡോക്ടർ ഷെരീഫ് സെഹാദുല്ല, CEO കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ആൻഡ് റോയൽ ഹോസ്പിറ്റൽ, ഡോക്ടർ PV ചെറിയാൻ, പ്രസിഡന്റ് ക്യാൻസർ കെയർ ഗ്രൂപ്പ്, ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ഡോക്ടർ കൃതിക, കിംസ് ഹോസ്പിറ്റൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ ജനറൽ സെക്രട്ടറി അനിൽകുമാർ എ വി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സാംസ പ്രസിഡന്റ് ബാബു മാഹി അധ്യക്ഷത വഹിച്ചു. CCG പ്രസിഡന്റ് ഡോക്ടർ PV ചെറിയാൻ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ചീഫ് ഗസ്റ്റ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ മജീദ് അല്ലവാദി, ഡോക്ടർ അബ്ദുൾ റഹ്മാൻ ഫക്രു, പ്രോഗ്രാം കൺവീനർ മുരളീകൃഷ്ണൻ എന്നിവർ നഴ്സസ് ഡേക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. ബഹ്റൈനിൽ 25 വർഷം പൂർത്തിയാക്കിയ ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ദീർഘപരിചയ സമ്പത്തുള്ള 27 നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് സാംസ ലേഡീസ് വിംഗിന്റെ നേതൃത്വത്തിൽ സാംസയുടെ 40ഓളം മെമ്പർമാർ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ഹെയർ ഡൊണേഷനും ചെയ്തു. ചടങ്ങിൽ കേശദാനം ചെയ്തവർക്ക് മെമന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. സാംസ ട്രഷറർ റിയാസ് കല്ലമ്പലം, ജോയിന്റ് സെക്രട്ടറി സിത്താര മുരളീകൃഷ്ണൻ, ജേക്കബ് കൊച്ചുമൻ, വത്സരാജ് കുയിമ്പിൽ, സോവിൻ, മനോജ് അനുജൻ, സുനിൽ നീലഞ്ചേരി, വിനീത് മാഹി തുടങ്ങിയ സാംസ അംഗങ്ങൾ ചടങ്ങുകൾ നിയന്ത്രിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മങ്കൂട്ടത്തിൽ MLA നയിക്കുന്ന ജനാധിപത്യ അതിജീവന യാത്രയുമായി ബന്ധപ്പെട്ട് കണ്ണൂർ മലപ്പട്ടത്ത് നടന്ന പൊതുയോഗത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം K സുധാകരൻ MP സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്രമം അഴിച്ചുവിട്ട CPM സമീപനം ജനാധിപത്യത്തെ അവഹേളിക്കലാണെന്ന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. സംഭവത്തിൽ സംഘടന ശക്തമായി പ്രതിഷേധിച്ചു. ഇത്തരം ആക്രമണങ്ങൾ തുടരുന്ന പക്ഷം കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്ന എല്ലാ നിയമപരമായ രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾക്കും IYCC ബഹ്റൈന്റെ പിന്തുണയുണ്ടായിരിക്കുന്നതാണ് എന്ന് ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബൻസി ഗനിയുടെ എന്നിവർ അറിയിച്ചു. ബഹ്റൈനിൽ നിന്നും ജോലി സംബന്ധമായി സൗദിയിലേക്ക് പോകുന്ന ബ്ലഡ് ഡൊണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്ററിന്റെ ക്യാമ്പ് കോർഡിനേറ്റർ നിതിൻ ശ്രീനിവാസന് BDK എക്സിക്യൂട്ടീവ് കമ്മിറ്റി യാത്രയയപ്പ് നൽകി. ബഹ്റൈനിൽ വരുന്നതിനു മുന്നേ നാട്ടിലും BDKയുടെ സജീവ പ്രവർത്തകനായിരുന്ന നിതിൻ രക്തദാന പ്രവർത്തനത്തിനും മറ്റുള്ളവരെ രക്തദാന ക്യാമ്പുകളിൽ എത്തിക്കുന്നതിനും വഹിക്കുന്ന പങ്കിനെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രശംസിച്ചു. ചെയർമാൻ KT സലീം, പ്രസിഡന്റ് റോജി ജോൺ, ജനറൽ സെക്രട്ടറി ജിബിൻ ചോയ്, ട്രഷറർ സാബു അഗസ്റ്റിൻ എന്നിവർ BDK ബഹ്റൈൻ ചാപ്റ്ററിന്റെ ഉപഹാരം നിതിന് കൈമാറി. വൈസ് പ്രസിഡന്റ് സിജോ ജോസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ രവീന്ദ്രൻ, സുനിൽ, രാജേഷ് പന്മന, സലീന റാഫി, സഹല ഫാത്തിമ, ഗിരീഷ് TJ, അബ്ദുൾ റാഫി പ്രസാദ് എന്നിവരും സന്നിഹിതരായിരുന്നു. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായിയും റിലയൻസ് ഇൻഡസ്ട്രി ചെയർമാനുമായ മുകേഷ് അംബാനി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ദോഹ ലുസൈൽ പാലസിൽ അമീർ ട്രംപിന് നൽകിയ അത്താഴ വിരുന്നിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ഈ വർഷം 2ാം തവണയാണ് ട്രംപും മുകേഷ് അംബാനിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. റിയാദിൽ നടന്ന GCC ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് ട്രംപ് ഖത്തറിലെത്തിയത്. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ട്രംപിനെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇന്ത്യ പാക് വെടിനിർത്തൽ സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. ഇന്ത്യ പാകിസ്ഥാൻ ചർച്ചയിൽ 3ാം കക്ഷിയില്ല. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളും ഇടപാടുകളും ഉഭയകക്ഷിപരമാണ്. വർഷങ്ങളായി നിലനിൽക്കുന്ന നിലപാടാണ് ഇത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടിയിൽ മാറ്റമില്ലെന്നും വിദേശകാര്യമന്ത്രി S ജയശങ്കർ കൂട്ടിച്ചേർത്തു. ഇന്ത്യ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിച്ചിട്ടില്ല. അതിനാൽ പാക് സൈന്യത്തിന് മാറി നിൽക്കാനും ഇടപെടാതിരിക്കാനുമുള്ള അവസരമുണ്ടായിരുന്നു. ഇന്ത്യ എന്തുമാത്രം നാശനഷ്ടങ്ങൾ വരുത്തിയെന്നത് ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ വ്യക്തമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രഖ്യാപിച്ച വയനാട് ടൗൺഷിപ്പ് പുനരധിവാസ പദ്ധതിക്ക് കേരള മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി. 351 കോടി രൂപയുടെ ഭരണാനുമതിയാണ് നൽകിയത്. പ്രാരംഭ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവ് ഉൾപ്പെടെയാണ് ഇത്. കിഫ്കോൺ സാങ്കേതിക അനുമതി പുറപ്പെടുവിക്കേണ്ടതാണെന്ന നിബന്ധനയോടെയാണ് ഭരണാനുമതി നൽകിയത്. ഇതോടൊപ്പം എൽസ്റ്റോൺ ടി എസ്റ്റേറ്റ് ലിമിറ്റഡ് ഫയൽ ചെയ്ത കേസിലെ ഹൈക്കോടതിയുടെ ഏപ്രിൽ 11 ഉത്തരവ് പ്രകാരം വയനാട് ജില്ലാ കളക്ടറുടെ CMDRF അക്കൗണ്ടിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാറുടെ അക്കൗണ്ടിലേക്ക് 17 കോടി രൂപ നിക്ഷേപിച്ച ജില്ലാ കളക്ടറുടെ നടപടിയും സാധൂകരിച്ചു. മെയ് 12 ഉത്തരവ് പ്രകാരം വയനാട് ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 17 കോടി രൂപ അനുവദിച്ച സർക്കാർ നടപടിയും സാധൂകരിച്ചു.
ആശാ വർക്കേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ച് കേരള സംസ്ഥാന സർക്കാർ. വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിത വി കുമാറാണ് ചെയർപേഴ്സൺ. 5 പേരാണ് കമ്മിറ്റി അംഗങ്ങൾ. ഹരിത വി കുമാറിനെ കൂടാതെ ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി ആർ സുഭാഷ് കൺവീനറായിട്ടുണ്ടാകും. ധനവകുപ്പ് നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, തൊഴിൽ വകുപ്പ് നാമനിർദ്ദേശം ചെയ്യുന്ന അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ, സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് നാഷണൽ ഹെൽത്ത് മിഷൻ അംഗമായ KM ബീന എന്നിവരായിരിക്കും അംഗങ്ങൾ. 3 മാസമായിരിക്കും കമ്മിറ്റിയുടെ കാലാവധി. ഇതിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം. ആശമാരുടെ തിരഞ്ഞെടുപ്പ്, യോഗ്യത, ഓണറേറിയം പ്രശ്നങ്ങൾ, സേവന കാലാവധി, അവധി തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നതായിരിക്കും. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.